ഒരു രാജാവ് ഒരു നദീദേവിയെ പ്രണയിക്കുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം അവർ ചെയ്ത ഓരോ കാര്യങ്ങൾ കണ്ട് രാജാവിൻ്റെ ഹൃദയം തകരുന്നു. ജനിച്ച ഓരോ കുഞ്ഞിനെയും അവർ നദിയിലേക്ക് എറിയുന്നു. ആരായിരുന്നു ആ കുഞ്ഞുങ്ങൾ? എന്തിനായിരുന്നു അവർ കുഞ്ഞുങ്ങളെ നദിയിലേക്ക് എറിഞ്ഞത്? അവരിൽ രക്ഷപ്പെട്ട 8ാമത്തെ കുഞ്ഞ് മഹാഭാരതത്തിലെ ഏറ്റവും മഹാനായ യോദ്ധാവായി മാറി. എപ്പിസോഡ് 1-ൽ ഞാൻ ഭാരതൻ്റെ കഥയാണ് പറഞ്ഞിരുന്നത്. ഭാരത മഹാരാജാവിൻ്റെ പിൻതലമുറകളിലൂടെ കുരുവംശം ശക്തമായി വളർന്നു. അങ്ങനെ കുരുവംശത്തിൻ്റെ മഹത്തായ സാമ്രാജ്യമായി ഹസ്തിനപുരി മാറി. വർഷങ്ങൾക്ക് ശേഷം കുരുവംശത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ഒരു രാജാവ് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ശന്തനു. ശന്തനു മഹാരാജാവിനെ പ്രജകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ധീരനും നീതിമാനുമായ രാജാവായിരുന്നു ശന്തനു. രാജാക്കന്മാർ അവരുടെ ധീരത മറ്റുള്ളവരെ കാണിക്കാനായി നടത്തി വന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു കാട്ടിൽ പോയി വന്യമൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവരുന്നത്. ശന്തനു മഹാരാജാവും സ്ഥിരമായി കാട്ടിൽ വേട്ടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം ഗംഗാ നദിയുടെ തീരത്ത് കൂടി വേട്ടയാടാൻ പോയ ശന്തനു മഹാരാജാവ് നദിയുടെ തീരത്ത് ഒരു അതിസുന്ദരിയായ സ്ത്രീ നിൽക്കുന്നത് കണ്ടു. രഥം നിർത്തി രാജാവ് അവിടെ ഇറങ്ങി ആ സുന്ദരിയായ സ്ത്രീയോട് അവരുടെ പേര് ചോദിച്ചു. അവർ പറഞ്ഞു, ഗംഗ. അത് മറ്റാരുമല്ലായിരുന്നു, ഗംഗാദേവിയായിരുന്നു. ഗംഗയെ കണ്ട മാത്രയിൽ തന്നെ ശന്തനു മഹാരാജാവിന് പ്രണയം തോന്നി. അന്ന് അവർ പരിചയപ്പെട്ടു പിരിഞ്ഞു. ശന്തനു മഹാരാജാവ് പിന്നെ സ്ഥിരമായി അതുവഴി വന്നു തുടങ്ങി. സ്ഥിരമായി അവർ കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ ഒരു ദിവസം ശന്തനു മഹാരാജാവ് ഗംഗാദേവിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. ശന്തനു മഹാരാജാവിൻ്റെ വിവാഹാഭ്യർത്ഥന ഗംഗാദേവി സ്വീകരിച്ചു. മഹാരാജാവിന് അതിയായ സന്തോഷമായി. പക്ഷെ യഥാർത്ഥ പ്രശ്നം ഇനി വരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഗംഗാദേവിയെ വിവാഹം ചെയ്യണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ടെന്ന് ദേവി രാജാവിനോട് പറഞ്ഞു. എന്താണ് ആ നിബന്ധനകൾ എന്ന് രാജാവ് ഗംഗാദേവിയോട് ചോദിക്കുന്നു. അപ്പോൾ ദേവി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും എന്ത് തീരുമാനമെടുത്താലും രാജാവ് എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അഥവാ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം നൽകിയ ശേഷം രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മറഞ്ഞു പോകും. ഇതായിരുന്നു ആ നിബന്ധന. പ്രണയപരവശനായ ശന്തനു മുൻപും പിൻപും ആലോചിക്കാതെ ഗംഗാദേവിക്ക് വാക്കുകൊടുത്തു. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. താൻ
ആഗ്രഹിച്ചതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിൽ ശന്തനു മഹാരാജാവ് അതീവ സന്തുഷ്ടനായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഗംഗാദേവി ഗർഭിണിയായി. തൻ്റെ രാജ്യത്തിൻ്റെ പുതുതലമുറയ്ക്ക് ഗംഗാദേവി ജന്മം നൽകാൻ പോകുന്നു എന്ന സന്തോഷത്തിലായിരുന്നു ശന്തനു മഹാരാജാവ്. പക്ഷേ രാജാവിൻ്റെ എല്ലാ പ്രതീക്ഷകളും തലകീഴായി മറിഞ്ഞു. ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയ ഉടൻ തന്നെ ഗംഗ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് നദീതീരത്തേക്ക് പോകുന്നത് ശന്തനു കണ്ടു. ശന്തനു ഗംഗയെ പിന്തുടർന്നു. നദീതീരത്തെത്തിയ ഗംഗ കുഞ്ഞിനെയുമായി നദിയിലേക്കിറങ്ങി കുറച്ചുനേരം എന്തോ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയതിനു ശേഷം ഗംഗ ആ കുഞ്ഞിനെ നദിയുടെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു. ഇതു കണ്ട ശന്തനു ഞെട്ടി. ഹസ്തിനപുരിയുടെ രാജാവ്, ലോകം മുഴുവൻ വിറപ്പിച്ച യോദ്ധാവ്. പക്ഷേ ഗംഗാദേവിയുടെ ഈ ക്രൂരമായ പ്രവൃത്തി അദ്ദേഹത്തിന് നിശബ്ദനായി കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം അദ്ദേഹം ഗംഗയ്ക്ക് കൊടുത്ത വാഗ്ദാനം തന്നെ. എന്തിനാണ് ഗംഗ ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നൽകി ഗംഗ ശന്തനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ശന്തനു ഗംഗയോട് കാരണം തിരക്കിയില്ല. നിരാശനായ ശന്തനുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തൻ്റെ വാക്ക് പാലിക്കുവാനായി അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മാസങ്ങൾ കടന്നുപോയി. ഗംഗ രണ്ടാമത്തെ കുഞ്ഞിനു ജന്മം നൽകി. ആ കുഞ്ഞിനെയും ശന്തനു മഹാരാജാവ് നോക്കി നിൽക്കെ ഗംഗാദേവി നദിയിൽ ഒഴുക്കി. അതുപോലെ മൂന്നാമത്തെ കുഞ്ഞിനെയും നാലാമത്തെ കുഞ്ഞിനെയും, ഇങ്ങനെ 7 കുഞ്ഞുങ്ങളെയും ഗംഗാദേവി നദിയിൽ ഒഴുക്കി. ഈ സംഭവങ്ങൾ ശന്തനു മഹാരാജാവിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ 7 കുഞ്ഞുങ്ങളെയും നിഷ്കരുണം നദിയിൽ ഉപേക്ഷിച്ച ഗംഗയോട് ശന്തനുവിന് അമർഷവും ദേഷ്യവും തോന്നി. പക്ഷെ ചോദ്യം ചെയ്താൽ ഗംഗയെ നഷ്ടമാകും എന്ന ഭയം അദ്ദേഹത്തെ നിശബ്ദനാക്കി. ഗംഗ ശന്തനുവിൻ്റെ 8ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. പതിവ് പോലെ ആ കുഞ്ഞിനെയും ഗംഗ നദിയിലേക്ക് ഒഴുക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. ഈ കാഴ്ച കണ്ട ശന്തനു ഗംഗയെ ആദ്യമായി തടഞ്ഞു. ശന്തനു ഗംഗയോടായി ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നീ കൊല്ലുന്നത്? ആ ചോദ്യം കേട്ട ഗംഗ ശന്തനുവിനെ നോക്കി പുഞ്ചിരിച്ചു. ഈ ചോദ്യം ചോദിക്കാൻ എന്തേ ഇത്ര വൈകി എന്നാണ് ഗംഗ ശന്തനുവിനോട് ചോദിച്ചത്. ഗംഗ പറഞ്ഞു, ഇവർ സാധാരണ കുഞ്ഞുങ്ങളല്ല, ഇവർ 8 വസുക്കളാണ്. ഒരു മഹർഷിയുടെ ശാപം കാരണം മനുഷ്യരായി ജനിക്കേണ്ടി വന്നവർ. ആ ശാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ് ഞാൻ ആ കുഞ്ഞുങ്ങളെ ജനിച്ച ഉടൻ ഗംഗയിൽ ലയിപ്പിച്ചത്. 8ാമത്തെ വസുവിന് കൂടുതൽ കാലം ജീവിക്കേണ്ട ശാപമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കുന്നു. ഈ കുഞ്ഞ് പിന്നീട് ലോകം വാഴ്ത്തുന്ന യോദ്ധാവാകും. ഇതു പറഞ്ഞ് ഗംഗ ആ കുഞ്ഞിനെയും കൂട്ടി അപ്രത്യക്ഷയാകുന്നു. വസുക്കൾ എന്നത് സ്വർഗത്തിൽ ജീവിച്ചിരുന്ന ദേവഗണങ്ങളാണ്. ആകെ 8 വസുക്കളാണ് ഉണ്ടായിരുന്നത്.
ഒരു ദിവസം ഇവരിൽ ഒരാളുടെ ഭാര്യയ്ക്ക് മഹർഷി വസിഷ്ഠന്റെ അത്ഭുത പശുവായ നന്ദിനിയെ കണ്ടപ്പോൾ അത് സ്വന്തമാക്കണം എന്ന് ഒരു ആഗ്രഹം തോന്നി. ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ 8 വസുക്കൾ ചേർന്ന് നന്ദിനിയെ മോഷ്ടിച്ചു. പക്ഷേ മഹർഷി വസിഷ്ഠൻ വസുക്കളെ കൈയോടെ പിടികൂടി. വസിഷ്ഠന്റെ ശാപം ഇങ്ങനെ: ദേവലോകത്തിന്റെ മഹത്വം മറന്ന് നിങ്ങൾ മോഷണം നടത്തി. അതിനാൽ മനുഷ്യരായി നിങ്ങൾ ഭൂമിയിൽ ജനിക്കണം. ഇതു കേട്ട വസുക്കൾ വല്ലാതെ ഭയന്നു. അവർ വസിഷ്ഠ മഹർഷിയോട് ക്ഷമ ചോദിച്ചു. വസുക്കളുടെ ഭയവും ക്ഷമാപണവും കണ്ട വസിഷ്ഠൻ ശാപത്തിന്റെ കാഠിന്യം അല്പം ലഘൂകരിച്ച് ഇങ്ങനെ പറഞ്ഞു: 7 വസുക്കൾ മനുഷ്യരായി ജനിച്ച ഉടൻ തന്നെ മോചിതരാകും. പക്ഷേ ഈ മോഷണത്തിന് പ്രധാന കാരണമായ വസു കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കും. നിരാശരായ വസുക്കൾ ശാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി തങ്ങളെ സഹായിക്കാൻ പിന്നീട് ഗംഗാദേവിയെ സമീപിക്കുന്നു. തങ്ങളുടെ അമ്മയായി ഗംഗാദേവി ഭൂമിയിൽ ജനിക്കണമെന്നും വസുക്കളായ തങ്ങൾക്ക് ജന്മം തന്ന ഉടൻ തന്നെ ഗംഗയിൽ ലയിപ്പിച്ച് തങ്ങളെ മോചിപ്പിക്കണമെന്നും വസുക്കൾ ഗംഗാദേവിയോട് അപേക്ഷിക്കുന്നു. വസുക്കളുടെ ദയനീയമായ അവസ്ഥ കണ്ട ഗംഗാദേവി അവരുടെ അപേക്ഷ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ഗംഗാദേവി ഭൂമിയിൽ ജന്മമെടുത്ത് ശന്തനു മഹാരാജാവിനെ വിവാഹം കഴിക്കുന്നത്. ജനിച്ച ഓരോ കുഞ്ഞും ഒരു വസുവായിരുന്നു. ഗംഗ കുഞ്ഞുങ്ങളെ കൊന്നതല്ല, അവരെ മോചിപ്പിക്കുകയായിരുന്നു. എന്നാൽ 8ാമത്തെ കുഞ്ഞിന് ആ മോചനം ഉടൻ ലഭിച്ചില്ല. കാരണം വിധി അവനായി മറ്റൊരു മഹത്തായ ദൗത്യം ഒരുക്കിയിരുന്നു. മോഷണത്തിന് പ്രധാന കാരണക്കാരനായ വസുവിന് കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കേണ്ട ശാപമുണ്ടായിരുന്നു. ആ വസുവാണ് 8ാമത്തെ കുഞ്ഞായി ജനിച്ചത്. വർഷങ്ങൾ കടന്നുപോയി. കുഞ്ഞിനെയുമായി മറഞ്ഞുപോയ ഗംഗ വീണ്ടും തിരികെ വന്നു. മടങ്ങി വന്ന ഗംഗയോടൊപ്പം ഒരു യുവാവും ഉണ്ടായിരുന്നു. ഗംഗയുടെയും തന്റെ 8 മക്കളുടെയും വിരഹത്തിൽ കഴിഞ്ഞിരുന്ന ശന്തനുവിന്റെ മുന്നിലേക്ക് വില്ലിലും യുദ്ധകലകളിലും അതുല്യനായ ഒരു യോദ്ധാവിനെ കൊണ്ടുചെന്നു നിർത്തി. ശന്തനുവിന്റെ 8ാമത്തെ പുത്രൻ. അവന്റെ പേര് ദേവവ്രതൻ. യുദ്ധകലകളിലും സർവവിദ്യകളിലും കേമനായിരുന്ന അവനെ പിന്നീട് ലോകം മറ്റൊരു പേരിൽ അറിയപ്പെട്ടു: ഭീഷ്മൻ. എന്തായിരുന്നു ഭീഷ്മൻ എടുത്ത ആ ഭയാനകമായ പ്രതിജ്ഞ? എന്തുകൊണ്ടാണ് ലോകം ഇന്നും അതിനെ ഭീഷ്മ പ്രതിജ്ഞ എന്ന് വിളിക്കുന്നത്? അടുത്ത എപ്പിസോഡിൽ കാണാം.